ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിയുടെ മുടി വെട്ടുന്നതിനായിട്ട് പഴനി പോകുന്ന ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാനായിട്ട് നിൽക്കാൻ കേട്ടോ. അതിൻ്റെ ഷോയാണ് ഈ കാണുന്നത്. അപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കണം, എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല, എങ്കിലും പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചേട്ടനും അച്ഛനും അമ്മയും ഉണ്ണിയാണ് പോകുന്നത്. ഉണ്ണിയുടെ മുട്ടടിക്കാനാണ് പോകുന്നത്. ശരിക്കും 1 വയസ്സ് കഴിഞ്ഞ് മുട്ട അടിക്കേണ്ടതാണ്. നമ്മൾ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് നീണ്ടു 1.5 വയസ്സൊക്കെ ആയി ഏകദേശം. അപ്പോഴാണ് മുട്ടടിക്കാൻ പോകുന്നത്. സത്യം പറയുകയാണെങ്കിൽ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് ഉറക്കം കൂടെ തീരെ ശരിയായിട്ടില്ല. ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഉറക്കം തൂങ്ങായിരുന്നു. ഒരു കണക്കിനാണ് എൻ്റെ മേക്കപ്പ് അങ്ങനെ ചെയ്ത് അവസാനിച്ചത്. ഈ മേക്കപ്പ് ചെയ്യുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മേക്കപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. തീരെ പറ്റില്ല എനിക്ക്. അപ്പോൾ നമ്മളിത് എല്ലാം കഴിഞ്ഞ് യാത്രയായി തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് എൻ്റെ കോല ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 6:30-7 മണിയോടുകൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ എത്തുമ്പോൾ എത്ര മണിയാവുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അത്യാവശ്യം ഒരു 3-4 മണിക്കൂർ എന്തായാലും ട്രാവലിംഗ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാണെങ്കിൽ ഉറങ്ങുന്നില്ല. കാരണം വണ്ടിയിൽ കയറിയപ്പോൾ അവന് പുറമത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. ഇനി അവൻ ഓക്കെ ആയാലാണ് നമ്മളും ഓക്കെ ആവുള്ളൂ. അപ്പോൾ അവൻ്റെ കംഫർട്ട് കൂടി നമ്മൾ നോക്കണ്ട. അവന് മുട്ടടിക്കാനുള്ള നമ്മൾ പോകുന്നത്. ഇനി അവൻ കരഞ്ഞ് പിരിഞ്ഞ് വാശി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേ അവൻ ഉറങ്ങിയിട്ടില്ല. അവൻ്റെ നമ്മുടെ അവിടെ ഇരിക്കുന്നു. ഫ്രണ്ടിൽ അച്ഛന്മാരുടെ അടുത്ത് പോകുന്നു. അച്ചാച്ചനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ചേട്ടനും ഞാൻ ബാക്കിലായി ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് അവൻ ചാടിയിരിക്കണം കേട്ടോ. നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം ദൈവങ്ങളൊക്കെ പ്രാർത്ഥിച്ച് തൊഴുതിട്ടൊക്കെയാണ് പോകണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലമാണ് കേട്ടോ അത്. അപ്പം നമ്മളിതേ കാലത്ത് തന്നെ സൂര്യോദയമൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ജലദോഷം, പനിയും, തൊണ്ടവേദന എല്ലാം ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്ത് വെച്ചിട്ട് കുറേ ആയി. ഇനിയും നമ്മൾ സമയം വൈകുന്നവർ ഇത് പെൻഡിങ് ആയി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഈ നേരത്തെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അവിടെയാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ വഴി കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഇതിൽ പോകുമ്പോൾ എനിക്ക് എൻ്റെ സ്ഥലങ്ങളൊക്കെ കാണിക്കുക എന്നുള്ള ഭയങ്കര സന്തോഷമായ കാര്യമാണല്ലോ. അപ്പോൾ ഞാനതൊക്കെ വീഡിയോയിൽ കാണിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കനാലുണ്ട്, കാടുണ്ട്, മലയുണ്ട്, കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അതാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ ഞങ്ങളവിടെയൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ല, അങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ മലകളും കുന്നുകളൊക്കെ കാണുന്നത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അത് കാണാൻ തന്നെ. അപ്പോൾ നമ്മളിതേ പോയി അങ്ങനെ തുരങ്കെത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും വാവത് ഒരു തവണ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവന് അത്രയ്ക്ക് ഓർമ്മയുണ്ടായില്ല. ഇച്ചിരിയും കൂടി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും വലിയ ഓർമ്മയുണ്ടെന്നല്ല, എന്നാലും അവനത് കാണാനുള്ളൊരു കൗതുകം. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ കണ്ടു. അപ്പോൾ അതേ കണ്ടു കഴിഞ്ഞതിൻ്റെ പുറത്തേക്ക് തള്ളിയപ്പോൾ അതേ വെയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇതേ മസാല ദോശ കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഭാവിക്കുള്ളതേ കുനു തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അവ എടുത്ത് കഴിച്ചോളും. അപ്പോൾ ഞങ്ങൾ 4 ആൾക്കുള്ള ഓരോ മസാല ദോശ മേടിച്ചു. ഞങ്ങൾ ഭാവിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരനെന്ന് വെച്ചാൽ നല്ല പടപടക്കുണ്ടായിരുന്നു മസാല ദോശ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എന്നിട്ട് ഞാൻ രണ്ടാമതൊരു നെയ് റോസ്റ്റ് ഓർഡർ കൂടിയാണ് ചെയ്തത്. അപ്പം മസാല ദോശ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് മസാല ദോശ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ മസാല ദോശ കഴിച്ചത്. കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല മസാല ദോശയായിരുന്നു. വാവയ്ക്ക് പോലും ഒന്ന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ പിന്നെയും വൈകുന്നേരം വരുമ്പോൾ ഇവിടെ കയറിയിരുന്നു. അതിന് മസാല ദോശ കഴിച്ചതിൻ്റെ ആവേശത്തിൽ പുള്ളി ഭയങ്കര ജോലിയായിട്ടിരിക്കേണ്ട പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര ചില്ലായിട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം. കൊച്ചു ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഓക്കെ ആവുമല്ലോ ഓൾമോസ്റ്റ്. അങ്ങനെ നമ്മൾ പഴനിമല എത്താറായിട്ട് കേട്ടോ. ഏകദേശം അത്യാവശ്യം നല്ല ദൂരത്തോളം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പഴനിമല എത്തി. ഏകദേശം അതിൻ്റെ ആ വഴിയിൽ വെച്ച് തന്നെ നമുക്ക് പഴനിമല കാണാൻ പറ്റും കേട്ടോ. ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ വാവേനെ പഴനി കൊണ്ടുപോയിട്ട് മുട്ടയടിക്കണം. അതൊരു നേർച്ച പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പഴനിയിലേക്ക് തന്നെ അത് വന്ന് ചെയ്തത്. അല്ലെങ്കിൽ നമ്മളതിന് മുൻപേ ചെയ്തിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കേരളപ്പഴനിയിൽ പോയി ചെയ്തിരുന്നേനെ. വാവ വലിയ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കയറുന്നോണം വരെ ഉറങ്ങിയിട്ടേ ഇല്ല പുള്ളി. ഭക്ഷണം ആ മസാല ദോശ മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ നമ്മളിതേ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് എത്തി. കാർ പാർക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം സമയം എടുത്തിട്ട് കാർ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തത്. ഉണ്ണി ഉള്ളതുകൊണ്ട് കുട എടുത്തിട്ടാണ് നമ്മൾ പഴനിമല കയറാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വണ്ടി ഇടാനായിട്ട് ഏറ്റവും വലിയ ടാസ്ക്. കാരണം ആദ്യം അവിടെ എൻട്രി കയറുന്നിടത്ത് തന്നെ നമ്മളൊരു പാസ് കൊടുത്ത് മേടിച്ചു. അതിന് ശേഷം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് അതിൻ്റെ വേറെ ഇതിനകത്ത് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എൻട്രി ഫീസും മേടിച്ചിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു. കാരണം അത്രയും വണ്ടികളവിടെ ഉണ്ട്, പോയാലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ പറഞ്ഞു. ചേട്ടാ ആദ്യം പോയിട്ട് ഇതിനെക്കുറിച്ച് നല്ലൊരു അന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് മുട്ടടിക്കുന്ന സ്ഥലമുണ്ട്, പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് മുട്ടടിക്കുന്ന സ്ഥലമുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് മുട്ടടിക്കുന്ന സ്ഥലത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന് ടിക്കറ്റ് അവിടെ തന്നെ അടിച്ചു തരും. നമ്മളത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് മുട്ടടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിതേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞോണം തന്നെ ഇതേ എല്ലാവരും മുടി വെട്ടാനായിട്ട് പോയാണ്. ഉണ്ണിയുടെ മുടി ഫുള്ളായിട്ട് മുണ്ടനം ചെയ്യണം. പിന്നെ ചേട്ടനും മുടി വെട്ടുന്നുണ്ട്. പിന്നെ ഞാനും മുടിയുടെ എഡ്ജ് കട്ട് ചെയ്യണമെന്ന് ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ അമ്മയും പറഞ്ഞു എൻ്റെയും മുടിയും കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടും. അത് എല്ലാവർക്കും വേണ്ടിയിട്ട് എടുത്തു. ഫ്രീ ആയിട്ടായിരുന്നു കേട്ടോ ടിക്കറ്റൊക്കെ.
ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ബ്ലേഡും കിട്ടിയായിരുന്നു. ബ്ലേഡ് ഒരു വട്ടം യൂസ് കഴിഞ്ഞ് പിന്നെ റീയൂസ് ചെയ്യില്ല, അത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നേരെ നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ നമ്മുടെ കൂടെ മല കയറാനായിട്ട് അച്ഛനില്ല, ഞാനും ചേട്ടനും ഉണ്ണിയും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചേട്ടനായിട്ട് നമുക്ക് മുടി മൊട്ടടിക്കാനായിട്ട് വന്നിട്ടുണ്ടായി. ഉണ്ണി മുടി വെട്ടാനായിട്ട് ഒരു കുഴപ്പമില്ലാട്ട് ഇരുന്ന് തന്നു കേട്ടോ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് തല ആട്ടിയെങ്കിലും വലിയ സീനില്ലാണ്ട് അത് അവസാനിപ്പിച്ചു. പക്ഷേ തൊട്ടപ്പുറത്തൊക്കെ ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ തല അങ്ങനെ കാലിൻ്റെ ഇടയിൽ പിടിച്ച് വെച്ചിട്ട് ബലം പ്രയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. പക്ഷേ ഈ ചേട്ടൻ അങ്ങനെയൊന്നും ഇല്ല, കുട്ടിയുടെ താളത്തിനൊപ്പം തുള്ളിയിട്ടായിരുന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനും മുടി മൊട്ടയടിച്ചു. പിന്നെ ഞങ്ങൾ പല കയറിയപ്പോൾ തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, ഫോണൊക്കെ നമ്മൾ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ കയറിനൊക്കെ ഉപ്പാട് നമുക്ക് അവിടെ നിന്ന് വഴിപാടൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നാളും പേരും അഡ്രസ്സൊക്കെ എഴുതിയെടുത്തിട്ട് നമുക്ക് നെറ്റത്തെ കുറിയൊക്കെ വരച്ചു തന്നിട്ടോ നമ്മളെ വിട്ടത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊന്നും വേണ്ടാന്ന് പറഞ്ഞു, അതിൻ്റെ കുറിയാണ് ഈ നെറ്റത്ത് കാണുന്നത്. അങ്ങനെ തിരിച്ച് നമ്മൾ വരികയാണ് കേട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് ഇതേ 2 മുട്ടകളും നമ്മൾ ഇതേ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ യാത്ര ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മുടെ ക്ലൈമറ്റും നമുക്ക് അനുയോജ്യമായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വരുന്ന വഴിക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മളൊരു 3:30-4 മണിയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇഷ കാണാൻ പോകാമെന്ന്, ആദിയോഗി ഇഷ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നിന്ന് ഒരു 3-3.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ജോലിക്ക് പോകേണ്ട ആൾക്കാരായത് കാരണം കൊണ്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ റിട്ടേൺ വരുമ്പോൾ നല്ല ടൈം എടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മൾ പോയില്ല. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. 3-3:30 ഇറങ്ങിപ്പോൾ തന്നെ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പറഞ്ഞ് ശരണം വഴി നിന്ന് കഴിച്ചു. പിന്നെ നമ്മൾ പോരുന്ന വഴിയിൽ ഇതാ നമ്മളൊരു ഫ്രൂട്ട് കട കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അതേ അവിടെ മറ്റേ കാറ്റാടി മരങ്ങളൊക്കെ കറങ്ങുന്നുണ്ട്. ഇവിടെ കരിക്കിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. നമ്മളിതിന് വില ചോദിച്ചപ്പോൾ എന്താ 60 രൂപയാണ് ഒരു കരിക്കിന് പറഞ്ഞത് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ കരിക്കിന് ഒരു സ്ഥലത്ത് വില വെച്ചപ്പോൾ ഭയങ്കര വില കുറവായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വില വെച്ചപ്പോൾ ഭയങ്കര വില കൂടുതലാണ്. അങ്ങനെ ഫ്രൂട്ട് കടയുടെ അവിടെ പോയിട്ട് നമ്മൾ മാങ്ങയും വാങ്ങിച്ചു. എനിക്ക് പിന്നെ പേരറിയാൻ പാടില്ലാത്തൊരു ഫ്രൂട്ടും വാങ്ങിച്ചു. അത് 2 നമ്മൾ കഴിച്ചു. എന്നുവെച്ചാൽ പേരറിയാൻ പാടില്ലാത്ത ഫ്രൂട്ട് എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മാങ്ങ നല്ല രസമുണ്ടായിരുന്നു, നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. നമുക്ക് ഒരെണ്ണം തന്നെ 1/2 കിലോൻ്റെ അത്രയ്ക്ക് ഉണ്ടായിരുന്നു, അത്രയും വലിയ മാങ്ങയായിരുന്നു കേട്ടോ. ആദ്യത്തെ മാങ്ങ മുറിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. രണ്ടാമതൊരു മാങ്ങ മുറിച്ചപ്പോൾ ഇത്തിരി പുളിപ്പുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി കഴിച്ചു. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല, അതുകൊണ്ട് എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. അവിടെ ആട്ടുംകാല് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് ആട്ടുംകാല് എന്നുള്ള പേരൊക്കെ കേൾക്കണം ഈ സാധനത്തിന്. പക്ഷേ അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രൂട്ടാണോ, അത് കറി വയ്ക്കാൻ എന്തെങ്കിലുമുള്ളതാണോ, അത് ഔഷധ ഗുണമുള്ള എന്തെങ്കിലുമാണോ, അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു. എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളവിടുന്ന് പിന്നെയും തിരിച്ചു. അപ്പോൾ വാവ അതേ ഭയങ്കര കളിയായിട്ടായിട്ടിരിക്കണം. അവിടെ നിന്ന് മേടിച്ച കളിപ്പാട്ടൊക്കെയാണ്. ആൾ ഓക്കെയാണ്. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പുള്ളിക്ക്. ഓക്കെ ആയിട്ടാണ് ഇരിക്കണേ. പിന്നെ അതേ പുറമത്തെ കാഴ്ചകൾ കുറേ ഉണ്ടായിരുന്നു കാണാൻ. നല്ല രസമുണ്ട്. മറ്റേ എന്താ പറയുക, നെൽകൃഷി പാടം പോലത്തെ നിറച്ച് പാടങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ വെച്ചാൽ ഡ്രൈവർ മാറി. നമ്മുടെ ബാക്കിലിരുന്ന നമ്മുടെ ചേട്ടൻ്റെ ഡ്രൈവർ സ്ഥാനത്തേക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കണം. അപ്പോൾ നമ്മളിതേ പഴനിയിൽ നിന്ന് മേടിച്ച മസാലപ്പൊരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പാട്ടൊക്കെ വെച്ച് അവരുടെ ഡാൻസൊക്കെ കണ്ട് ജോളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാലത്ത് നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ വാവയ്ക്ക് വിശന്നപ്പോൾ ഫുഡ് മേടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ പോയിട്ട് നെയ് റോസ്റ്റ് മേടിക്കാൻ പോയിക്കുന്നതാണ് അച്ഛൻ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെയ് റോസ്റ്റ് കൊണ്ടുവന്നിട്ട് വാവ ഒരു തരി പോലും കഴിച്ചില്ല എന്നുള്ളതാണ് വേറെ വിഷമം. പിന്നെ ഇതേ വണ്ടിയുടെ ഉള്ളിലൊക്കെ ഇരുന്ന് പുള്ളിക്കാരൻ ആ പൊരിയൊക്കെ പൊളിക്കുന്നു, അത് തിന്നുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോൾ വീടൊക്കെ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ